യെസ്, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, +2 ലെവൽ എക്സാം ആയിക്കോട്ടെ, ഈവൻ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു സിലബസ് വരും. ആ സിലബസിലെ കെമിസ്ട്രി ടോപ്പിക്കും ആ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതൊക്കെ SCERT NCERT പാഠഭാഗങ്ങളാണ് വായിക്കേണ്ടത്. കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ പാഠഭാഗങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും കാലം വരെ നമ്മൾ എൻട്രിയിലെ ക്ലാസ്സിലൂടെ തന്നിരിക്കുന്നത് ഈ SCERT NCERT പാഠഭാഗങ്ങളെ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ്. ആ രീതിയിലുള്ള കണ്ടന്റുകളാണ്. അതിന് പുറത്തുള്ള കണ്ടന്റുകളും തരുന്നെങ്കിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് SCERT NCERT പാഠഭാഗങ്ങളെയാണ്. അതുമാത്രമല്ല, എൻട്രി ആപ്പിൽ തന്നെ നിങ്ങൾക്ക് SCERTക്ക് ഒരു പ്രത്യേകം പാക്കുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ചാപ്റ്റേഴ്സ് എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ NCERTയുടെയും +1 +2 നിങ്ങൾ പഠിക്കേണ്ട പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകളും നമ്മൾ എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും അവിടെ നിന്ന് പിക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങളുടെ LDC സിലബസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഡിഗ്രി ലെവലുകാർക്ക് വരെ ഇത് യൂസ്ഫുൾ ആണ്. നോക്കി വെച്ചിരിക്കുക. പാഠങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം 2010 ശേഷം ഇങ്ങോട്ട് ഏതൊരു PSC എക്സാം എടുത്താലും എല്ലാ ചോദ്യങ്ങളും, സയൻസിൽ നിന്നായിക്കോട്ടെ, എല്ലാ ചോദ്യങ്ങളും വന്നിരിക്കുന്നത് SCERTയിൽ നിന്നും NCERTയിൽ നിന്നുമാണ്. അപ്പോൾ ഇവരെ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവലെ മെയിൻ എക്സാമുകൾക്ക്, ഇനി വരാൻ പോകുന്ന LDC എക്സാമുകൾക്ക് നിങ്ങൾക്ക് കൃത്യമായി ഓരോ സബ്ജക്റ്റിൽ നിന്നും ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു മാർക്ക് കുറഞ്ഞാൽ നമ്മൾ ലിസ്റ്റിൽ അത്രത്തോളം താഴോട്ട് വരും. സോ വാശിയോടെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്തതിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യുക. എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സമയം കളയാനില്ല, നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോകാം. നിങ്ങളുടെ സിലബസ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യത്തേതാണ് ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, പദാർത്ഥ വാതക നിയമങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ആറ്റം തന്മാത്രയുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പദാർത്ഥ സ്വഭാവം. 7ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 8ാം ക്ലാസ്സിൻ്റെ തന്നെ പദാർത്ഥങ്ങളിലെ മാറ്റങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. പദാർത്ഥങ്ങളിലെ മാറ്റങ്ങൾ, അതും ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. പദാർത്ഥങ്ങളിലെ മാറ്റങ്ങൾ. പിന്നെ 8ാം ക്ലാസ്സിൽ തന്നെ തന്മാത്രാ ഘടന, അതിൽ തന്നെ തന്മാത്രാ ഘടനയെക്കുറിച്ചൊക്കെ ഉണ്ട് ആ ചാപ്റ്റർ തന്നെ. അതും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. 9ാം ക്ലാസ്സിൻ്റെ ആറ്റത്തിൻ്റെ ഘടന, ഈ ചാപ്റ്ററാണ് നോക്കണം കേട്ടോ. 9ാം ക്ലാസ്സിൻ്റെ ആറ്റത്തിൻ്റെ ഘടന, അത് നോക്കിയാൽ മതി. ആറ്റത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ, 9ാം ക്ലാസ്സിൻ്റെ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 3 ചാപ്റ്റർ എന്തായാലും നോക്കിയിരിക്കണം കേട്ടല്ലോ. അപ്പം SCERTയിൽ നിന്ന് ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ SCERTയിൽ നിങ്ങൾ പ്രധാനമായും വായിക്കേണ്ടത് പദാർത്ഥ സ്വഭാവം, പിന്നെ 8ാം ക്ലാസ്സിലെ പദാർത്ഥങ്ങളിലെ മാറ്റങ്ങൾ, അതിനുശേഷം 9ാം ക്ലാസ്സിൻ്റെ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി ഒരു ചാപ്റ്ററോടെ നിങ്ങളൊന്ന് കൂട്ടിച്ചേർക്കുക. ക്ലാസ് 10 10ാം ക്ലാസ്സിൻ്റെ, അത് രണ്ടിടത്ത് വരുന്നുണ്ട് എങ്കിൽ ഇവിടെ ഒന്ന് പഠിച്ചേക്കുക. 10ാം ക്ലാസ്സിൻ്റെ 3rd ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അത് പീരിയോഡിക് ടേബിളും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും, അതുകൂടെ പഠിക്കണം കേട്ടോ. പീരിയോഡിക് ടേബിളും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും അതുകൂടെ എഴുതി ചേർക്കുവാണേ. പീരിയോഡിക് ടേബിളും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും, അതും ആറ്റം, തന്മാത്ര എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. SCERTയിൽ നിന്ന് ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങളത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേരെ NCERTയിലേക്ക് വരുമ്പോൾ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത് +1 ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്,
സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഫസ്റ്റ് ചാപ്റ്റർ +1 കെമിസ്ട്രിയിലെ അത് നിങ്ങൾ പഠിക്കണം. അതിൽ ആറ്റവും വരുന്നുണ്ട്, തന്മാത്രകൾ വരുന്നുണ്ട്, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകളും അവിടെ വരുന്നുണ്ട്. അതിനുശേഷം +1 തന്നെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റം. +1 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇതിൽ നിന്നും റീസെൻ്റ്ലി PSC ക്വസ്റ്റ്യൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അത്യാവശ്യം കണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്ററാണ് +1 സെക്കൻഡ് ചാപ്റ്ററും 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും ഒരേ പേര് തന്നെയാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 2, 4, 2, 6 പാഠങ്ങൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്തിരിക്കണം പ്രിയപ്പെട്ടവരെ? വായിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മൂലകങ്ങൾ ആവർത്തന പട്ടിക. ഈ 4 പാഠങ്ങൾ, ഈ 4 പാഠങ്ങൾ കൃത്യമായിട്ട് വായിക്കാം. 4 പോട്ടെ, അവസാനത്തത് പിന്നെ നമുക്ക് ഒഴിവാക്കാം, ഡിഗ്രി ലെവലിനൊക്കെ മതി. ബാക്കി ഈ 3 പാഠം പഠിച്ചോ. മൂലകങ്ങൾ ആവർത്തന പട്ടിക, ഇതിൽ നിന്ന് ഒരൊറ്റ മാർക്ക് പോലും നിങ്ങൾക്ക് പുറത്തു പോകത്തില്ല, ഒരൊറ്റ മാർക്ക് പോലും പുറത്തു പോകത്തില്ല. 1 8ാം ക്ലാസ്സിൻ്റെ മൂലകങ്ങളുടെ തരംതിരിക്കൽ, അത് പദാർത്ഥങ്ങളുടെ സ്വഭാവം, അങ്ങനെ ചാപ്റ്റർ അല്ല, മൂലകങ്ങളുടെ തരംതിരിക്കൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതൊന്ന് വായിക്കണം. 9ാം ക്ലാസ്സിൻ്റെ ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. പീരിയോഡിക് ടേബിൾ, 9ാം ക്ലാസ്സിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. +1 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, 3rd ചാപ്റ്റർ. ഈ ചാപ്റ്ററുകളാണ് നിങ്ങൾ വായിക്കേണ്ടത്. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ, 9ാം ക്ലാസ്സിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ, +1 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. +2 വരുമ്പോൾ 2 ചാപ്റ്റർ ഉണ്ട്, അത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് മതി. P ബ്ലോക്കും പിന്നെ D ആൻഡ് F ബ്ലോക്ക് എലമെൻസും, P ബ്ലോക്കും D ആൻഡ് F ബ്ലോക്ക് എലമെൻസിനും. കേട്ടല്ലോ, ഈ 2 ചാപ്റ്റർ ഉണ്ട് +2. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടന്റുകൾ വരാവുന്നതാണ്. കേട്ടല്ലോ. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ +1 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിലാണ്. ഇപ്പോൾ റീസെൻ്റ്ലി CPO എക്സാമിന് ബീസ്റ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെയായിരുന്നു, 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് ശരിയായ ക്രമം? അയോണീകരണ ഊർജ്ജത്തിൻ്റെ ക്രമം, ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ക്രമം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ക്രമം, പിന്നെ അയോണിക വലിപ്പത്തിൻ്റെ ക്രമം. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന +1 3rd ചാപ്റ്ററിൽ നിന്നാണ്. പിന്നെ ശാസ്ത്രജ്ഞം അവരുടെ വർഗീകരണവും ചോദിക്കും. ത്രികങ്ങൾ എന്ന വർഗീകരണം, അഷ്ടക നിയമം എന്ന വർഗീകരണം, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ലാവോസിയ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് 9ാം ക്ലാസ്സിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാം. കേട്ടല്ലോ. പിന്നെ പീരിയോഡിക് പ്രവണതകൾ, ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അതും 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വന്നിട്ടുണ്ട്, +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പം മൂലകങ്ങൾ ആവർത്തന പട്ടിക എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഫുൾ മാർക്ക് നോക്കുന്നവരാണെങ്കിൽ ഈ 3 ചാപ്റ്ററുകൾ എസ്പെഷ്യലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 9ാം ക്ലാസ്സിൻ്റെയും +1 ഈ 2 ചാപ്റ്റർ പഠിക്കാതെ പോകരുത്. 9ാം ക്ലാസ്സിൻ്റെയും +1 ആ 2 ചാപ്റ്റർ ഇത്രയും തന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മസ്റ്റായിട്ട് പഠിക്കേണ്ടത് ഒരു ചാപ്റ്ററാണിത്, പിന്നെ ഒരു ചാപ്റ്ററാണിത്. ഇത് രണ്ടും പഠിച്ചിരിക്കണം, ഇത് രണ്ടും പഠിച്ചിരിക്കണം. കേട്ടല്ലോ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. അടുത്ത ടോപ്പിക്കാണ് ലോഹങ്ങൾ. അതിൽ നമുക്ക് ലോഹങ്ങളിനകത്ത് ലോഹ നിർമ്മാണം വരുന്നുണ്ട്, അയിരുകളെക്കുറിച്ച് പഠിക്കാനുണ്ട്, ധാതുക്കളെക്കുറിച്ച് പഠിക്കാനുണ്ട്, ലോഹ സങ്കരങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് NCERT-യേക്കാളും നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും വായിക്കേണ്ടത് നമ്മളുടെ 10ാം ക്ലാസ്സിൻ്റെ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിൻ്റെ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പ്രിയപ്പെട്ടവരെ അയിരുകളെക്കുറിച്ച്, ധാതുക്കളെക്കുറിച്ച്, അയിരുകൾ വേർതിരിക്കുന്ന പ്രക്രിയകളെക്കുറിച്ച്, ലോഹസങ്കരങ്ങളെക്കുറിച്ച്, അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു നല്ല ചോദ്യ കലവറയാണ് 10ാം ക്ലാസ്സിൻ്റെ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ. പിന്നെ മൂലകങ്ങളുടെ വർഗീകരണത്തിലും ഏകദേശം ഇത് വരുന്നുണ്ട്. അതെവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലോഹങ്ങൾ പീരിയോഡിക് ടേബിളിൻ്റെ വലതുവശത്തുള്ളവർ കൂടുതലും ലോഹങ്ങളാണ്. അവയുടെ ഓക്സൈഡുകൾക്ക്, ലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവമാണ്. പീരിയോഡിക് ടേബിളിൻ്റെ വലതുവശത്ത് കൂടുതലും
അലോഹങ്ങളാണ്, അവയുടെ ഓക്സൈഡുകൾ കൂടുതലും അസിഡിക് സ്വഭാവവും ലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് ബേസിക സ്വഭാവമാണ് കേട്ടോ. ലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് ബേസിക സ്വഭാവവും അലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവവും കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നുണ്ട്. അതേപോലെ NCERT-യിലേക്ക് വരുമ്പോൾ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദ്യമുണ്ട്. അവിടെയും ചോദ്യമുണ്ട്. ലോഹ ഓക്സൈഡുകൾ ഏതാണ്, അലോഹ ഓക്സൈഡുകൾ ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടോപ്പിക് അവിടെ കിടപ്പുണ്ട്. അതും നമ്മൾ ക്ലാസ്സിൽ എടുത്തു തരും. പിന്നെ നിങ്ങൾ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന +2 ചാപ്റ്റർ, അവിടെ ലോഹസങ്കരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മെറ്റലർജി എന്നാണ് ഷോർട്ടായിട്ട് ഞങ്ങൾ ഈ ചാപ്റ്ററിനെ വിളിക്കുന്നത്. അവിടെയും ലോഹസങ്കരങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ബ്രാസ്, ഗൺ മെറ്റൽ, ബ്രോൺസ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക് ഇവിടെ പഠിക്കാനുണ്ട്. അതും നമുക്ക് ക്ലാസ്സിൻ്റെ ടോപ്പിക്കിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ നോക്കി വെക്കുക. ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് വേറെ ഏത് ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടല്ലോ. 10ാം ക്ലാസ്സിൻ്റെ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഓക്കെ, നെക്സ്റ്റ് രാസഭൗതിക മാറ്റങ്ങൾ. രാസഭൗതിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ 1 7ാം ക്ലാസ്സിൻ്റെ മാറ്റങ്ങളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണം. 8ാം ക്ലാസ്സിൻ്റെ അതാണ് ഇവിടെ വേണ്ടത്, രാസമാറ്റങ്ങൾ. അതിൽ രാസമാറ്റത്തെക്കുറിച്ചും ഭൗതിക മാറ്റത്തെക്കുറിച്ചും അതിൻ്റെ ഉദാഹരണ സഹിതം അവിടെ പറയുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ, പ്രകാശ രാസപ്രവർത്തനങ്ങൾ, താപരാസപ്രവർത്തനങ്ങൾ, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ, വൈദ്യുത ലേപനം, ഇങ്ങനെയുള്ള കുറച്ച് രാസപ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ ഉദാഹരണങ്ങളെക്കുറിച്ചും ആ 8ാം ക്ലാസ്സിൻ്റെ രാസമാറ്റങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കണം. രാസഭൗതിക മാറ്റങ്ങൾ നമ്മുടെ സിലബസിൽ തന്നെയുണ്ട്. അത് ഈ 8ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററിലാണ് വരുന്നത്. അവിടെ അവരുടെ ഉദാഹരണങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതിനുശേഷം 10ാം ക്ലാസ്സിലെയാണ്. 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ ആ ചാപ്റ്റർ വേണ്ട, നമുക്ക് ആ ചാപ്റ്റർ അവിടെ വേണ്ട. ഓക്കെ, ആ ചാപ്റ്റർ അവിടെ വേണ്ട. നമുക്ക് നേരെ 10ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററിലേക്ക് വരാം. 10ാം ക്ലാസ്സിൽ രാസപ്രവർത്തനങ്ങളുടെ വേഗതയും രാസസന്തുലനം, ഇങ്ങനൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതേപോലെ 9ാം ക്ലാസ്സിൽ റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ, അത് കൂട്ടിച്ചേർത്താൽ മതി കേട്ടോ. ഒന്ന് എഴുതിയെടുത്തേക്കണേ ഞങ്ങൾ. റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മൾ എൻട്രിയിൽ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അവിടെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാൻ പഠിക്കണം. കാരണം ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിരുന്നു കേട്ടല്ലോ. റിഡോക്സ് രാസപ്രവർത്തനങ്ങളിൽ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാൻ പഠിക്കണം. പിന്നെ അതേപോലെ കുറേ രാസപ്രവർത്തനം തന്നിട്ട് ഒരു 4 ഓപ്ഷനിൽ കുറച്ച് രാസപ്രവർത്തനങ്ങൾ തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ എന്ന് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ഒരു റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ തിരിച്ചറിയാം എന്നതൊക്കെ ഈ ചാപ്റ്ററിലുണ്ട്. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ചാപ്റ്ററുമാണിത്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് പഠിക്കണം. ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ SCERT പാക്കേജിനകത്ത് നോക്കിയാൽ മതി. 9ാം ക്ലാസ്സിൻ്റെ റിഡോക്സ് രാസപ്രവർത്തനങ്ങളുടെ ക്ലാസ് അവിടെയുണ്ട്. പിന്നെ രാസപ്രവർത്തനം സമീകരിക്കാൻ പഠിക്കണം, ബാലൻസിങ് എന്ന് പറയും. രാസപ്രവർത്തനം ബാലൻസ് ചെയ്യാനും പഠിക്കണം. അതും 9ാം ക്ലാസ്സിൻ്റെ റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അത് നമുക്ക് എങ്ങനെയാണ് ചോദിക്കാൻ സാധ്യത? 4 ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാം. ഇതിലേതാണ് സമീകരിക്കാത്ത രാസപ്രവർത്തനം, ബാലൻസ്ഡ് അല്ലാത്ത രാസപ്രവർത്തനം, ഇതിലേതാണെന്ന് ചോദിക്കാം. അപ്പം നമുക്ക് എന്തറിയണം? രാസപ്രവർത്തനം ബാലൻസ് ചെയ്യാൻ അറിയണം. അതും ഈ ചാപ്റ്ററിൽ നമ്മൾ എടുത്തു തന്നിട്ടുണ്ട്. നിങ്ങളത് ഉറപ്പായിട്ടും കാണണം. 1 മാർക്ക് നഷ്ടപ്പെടരുത്. PSC ഇത് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ രാസപ്രവർത്തനങ്ങളുടെ വേഗത, രാസസന്തുലനമൊക്കെ വരുന്ന അലോഹ സംയുക്തങ്ങളും രാസപ്രവർത്തന നിരക്കും എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ, 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ, അതും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അവിടെയാണ് ഉഭയദിശ പ്രവർത്തനം, പുരോപ്രവർത്തനം, പശ്ചാത് പ്രവർത്തനം, ലേ ഷാറ്റിലിയർ തത്വം, ഇതൊക്കെ വരുന്നത് ഈ ചാപ്റ്ററിലാണ്. അതും നിങ്ങൾ പഠിക്കണം, 10ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ. അതിനുശേഷം +1 തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. +1
6ാമത്തെ ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ആ ചാപ്റ്ററും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. +1 ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവിടെയും ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ തൊട്ട് പോർഷൻ ഉണ്ട്. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് വെച്ച് റീസെൻ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമ്മുടെ PSC പരീക്ഷകളിൽ. അപ്പം +1 ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ രാസസന്തുലനം, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടം തൊട്ട് നമുക്ക് വേണ്ടതാണ്. ഇതൊക്കെ വായിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. നമ്മളത് പഠിപ്പിക്കും. നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. +2 കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന 3rd ചാപ്റ്റർ, അതും രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ്. +2 കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന 3rd ചാപ്റ്റർ. ഓക്കെ ആണല്ലോ? ശരി, എല്ലാം പഠിക്കേണ്ട പാഠങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഡിഗ്രി ലെവലുകാർക്ക് വരെ ഇത് യൂസ്ഫുൾ ആണ്. ഡിഗ്രിക്കൊക്കെ ഇവിടുന്ന് ചോദ്യം വരാം. കെമിക്കൽ കൈനറ്റിക്സിനൊക്കെ ചോദ്യം വരാം. 7 മാർക്കാണ് ഡിഗ്രി ലെവൽ എക്സാമിന് കെമിസ്ട്രി. നെക്സ്റ്റ് ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ 8ാം ക്ലാസ്സിൻ്റെ പദാർത്ഥങ്ങളെ വേർതിരിക്കൽ എന്ന് പറയുന്ന ചാപ്റ്റർ. അതേപോലെ ലായനികളിലാണ് ആ പദാർത്ഥങ്ങളെ വേർതിരിക്കൽ എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. ആ ഭാഗവും നോക്കുക. അതേപോലെ തന്നെ ലായനികളുടെ സ്വഭാവം, ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 9ാം ക്ലാസ്സിൻ്റെ ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കണം. അവിടെ ലായനികളുടെ സ്വഭാവം എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. അത് നിങ്ങൾ വായിക്കണം. ലായനികൾ, 9ാം ക്ലാസ്സിൻ്റെ ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണം. +2 സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ +2 ടെക്സ്റ്റ് ബുക്കിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടല്ലോ. അപ്പോൾ ആ ചാപ്റ്ററും നമുക്ക് പഠിക്കേണ്ടതാണ്. വായിച്ചാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ക്ലാസ്സിൽ അത് എടുത്തു തരും. ഈ ചാപ്റ്ററിലെ കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും കേട്ടല്ലോ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ടും വായിക്കേണ്ടത് 9ാം ക്ലാസ്സിൻ്റെ ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്റർ, 8ാം ക്ലാസ്സിൻ്റെ പദാർത്ഥങ്ങളെ വേർതിരിക്കൽ ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്റർ, അതേപോലെ തന്നെ +1 സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ആസിഡ്, ആൽക്കലി, pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 7ാം ക്ലാസ്സിൻ്റെ ആസിഡുകളും ആൽക്കലികളും എന്ന് പറഞ്ഞ ചാപ്റ്റർ. 9ാം ക്ലാസ്സിൻ്റെ ആസിഡ്, ബേസുകൾ, ലവണങ്ങൾ ചോദ്യം വരും. അതേപോലെ തന്നെ കുറേ തവണ ചോദ്യം വന്ന ഭാഗം +1 ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ്. പിന്നെ ഇപ്പോൾ ചോദിച്ചൊരു പരീക്ഷയ്ക്ക് pH കാൽക്കുലേഷൻ, അതും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു തന്നിട്ടുണ്ട്. നിങ്ങൾ എൻട്രിയുടെ ഡിഗ്രി ലെവൽ ചാനലിൽ വീഡിയോസ്, എൻട്രിയുടെ ഡിഗ്രി ലെവൽ ചാനൽ സെർച്ച് ചെയ്യുക. അവിടെ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ തന്നെ ഒരു ക്ലാസ് കാണും, pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അവിടെ ആ ടോപ്പിക് ഉണ്ട്. ആ ക്ലാസ് ഞാൻ എടുത്തു തന്നിട്ടുണ്ട്, pH കാൽക്കുലേഷൻ. അതൊന്ന് കണ്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ +1 ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആസിഡ് ബേസിനെ കുറിച്ച്, pHകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നല്ലൊരു ചോദ്യമുണ്ട്, നല്ല ചോദ്യങ്ങളുണ്ട്. അത് ക്വസ്റ്റ്യൻ വന്നതുമാണ്. ഇനിയും അവിടുന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് ആസിഡ് ബേസുമായി ബന്ധപ്പെട്ട് പഠിക്കണം, pHയുമായി ബന്ധപ്പെട്ട് പഠിക്കണം. 7ാം ക്ലാസ്സിൻ്റെ ആസിഡുകളും ആൽക്കലികളും എന്ന ചാപ്റ്റർ പഠിക്കണം. 9ാം ക്ലാസ്സിൻ്റെ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററും പഠിക്കണം. ഓക്കെ ആണല്ലോ? അലോഹ സംയുക്തങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് 9ാം ക്ലാസ്സിൻ്റെ അലോഹ സംയുക്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറേ അലോഹങ്ങളുണ്ട്. നൈട്രജൻ, സൾഫർ, കാർബൺ, ക്ലോറിൻ, ഓക്സിജൻ, ഇവയെക്കുറിച്ചൊക്കെ 9ാം ക്ലാസ്സിൻ്റെ അലോഹ സംയുക്തങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവയുടെ പ്രിപ്പറേഷൻ പഠിക്കുന്നുണ്ട്, അവയുടെ ഉപയോഗങ്ങൾ പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പഠിക്കണം. 9ാം ക്ലാസ്സിൻ്റെ കാർബണിൻ്റെ ലോകം, അവിടെ കാർബണും അതിൻ്റെ സംയുക്തങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കാർബണും അതിൻ്റെ സംയുക്തങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്ന 9ാം ക്ലാസ്സിൻ്റെ കാർബണിൻ്റെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ NCERT ഒറ്റ ചാപ്റ്റർ പഠിച്ചാൽ മതി. അത് ഡിലീറ്റഡ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ ഇല്ല. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ അതിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന +2 ചാപ്റ്ററിൽ. ഓക്കെ, നെക്സ്റ്റ് വാതക നിയമങ്ങൾ ചോദ്യം വന്നതാണ്. വാതക നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കേണ്ടത് 10ാം ക്ലാസ്സിൻ്റെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. 10ാം ക്ലാസ്സിൻ്റെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ന്യൂമറിക്കൽസ് ചോദിക്കാം. ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാം. ഗ്രാഫും ചോദിക്കാം, ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ വാതക നിയമങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിൻ്റെ ഈ ചാപ്റ്ററും +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററും നിങ്ങൾ പഠിക്കണം. എങ്കിലേ വാതക നിയമങ്ങൾ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ വാതക നിയമങ്ങൾ കംപ്ലീറ്റ് ആയി. അതിനപ്പുറം ഒന്നും പഠിക്കാനില്ല. അത് നമുക്ക് നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ തരും. കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ സിലബസിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അവയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട SCERT NCERT ചാപ്റ്റേഴ്സുമാണ്. ഇനി ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്, PDF നോക്കി വായിക്കുന്നത് ബുദ്ധിമുട്ടാണ് സാറേ, ചിലപ്പോൾ മനസ്സിലാകത്തില്ല ചില കണ്ടന്റുകൾ. ഞങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഡോണ്ട് വറി, നമ്മൾ SCERT പാക്കേജിലൂടെയും NCERTയിലൂടെയും നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് LDCയുടെ സിലബസ് ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിലും ഇതേ SCERT NCERT കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയാണ് കണ്ടന്റുകൾ തരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, റാങ്ക് ഫയലുകളിലോ മറ്റും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ നല്ല കണ്ടന്റ്, റാങ്ക് മേക്കിംഗ് കണ്ടന്റുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഹാർഡ് വർക്കിനേക്കാൾ ബെറ്റർ സ്മാർട്ട് വർക്കാണ്. എന്ത് പഠിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ആ പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. കാണാപഠിത്തം ഒഴിവാക്കുക. കാണാപഠിത്തം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നത്. സോ ഒരു ചോദ്യം കാണുമ്പോൾ അതിൻ്റെ ഓപ്ഷനും കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ആ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ LDC വന്നു. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ആ പരീക്ഷയ്ക്കും അതിനു മുകളിലോട്ടുള്ള ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും കൂടെ വേണ്ടിയായിരിക്കണം ഈ ഒരൊറ്റ പഠിത്തം. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ വീണ്ടും ഇത് കുത്തിയിരുന്ന് പഠിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ആ സമയം മറ്റു കാര്യങ്ങൾ റിവിഷൻ ചെയ്യുന്നതിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പഠിച്ചിട്ടായാലും ഞാൻ സർവീസിൽ കയറിയത്. അപ്പം മനസ്സിലാക്കി പഠിക്കുക കൃത്യമായിട്ട്, കാണാപഠിത്തം ഒഴിവാക്കുക, കൂടുതൽ പ്രയോറിറ്റി SCERTക്കും NCERTക്ക് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സയൻസ് സബ്ജക്റ്റുകളുടെ കാര്യമാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. SCERTക്കും NCERTക്കും SCERT NCERT മാത്രം പഠിച്ചാൽ ഗുണം എന്താ വെച്ചാൽ സമയം കുറച്ച് സമയം മതി. കുറച്ച് സമയത്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് പഠിക്കാൻ പറ്റും. അതാണ് SCERTക്കും NCERTക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഈ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഞാൻ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കാം. അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം. ഇത് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക്